ഹലോ, അന്താരാഷ്ട്ര യോഗ ദിനമായ ജൂൺ 21 യോഗയുടെ ഗുണങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി ഞങ്ങൾ താമസിക്കുന്ന സ്ഥലമായ കെച്ചോയിൽ ഇന്ത്യൻ അസോസിയേഷനും ചൈനയും കൂടെ ഒരുക്കിയ യോഗാ ദിനാചരണത്തിന്റെ കുറച്ച് കാഴ്ചകൾ നിങ്ങളെ ഞാൻ കാണിച്ചു തരാവേ. ഏകദേശം 100ഓളം ആൾക്കാർ പങ്കെടുത്ത ഒരു യോഗ പരിപാടിയായിരുന്നു. അതിനകത്ത് പകുതിയോളം ചൈനീസുകാരും പകുതി ഇന്ത്യൻസും ആയിരുന്നു ഉണ്ടായിരുന്നത്. കൂടുതലും നോർത്ത് ഇന്ത്യൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. മലയാളികളായിട്ട് ഞങ്ങൾ 4 പേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ ഒരാണുങ്ങളും 3 പെണ്ണുങ്ങളുമായിരുന്നു ഉണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു അനുഭവമായിരുന്നു. ഇന്റർനാഷണൽ യോഗ ഡേ സെലിബ്രേറ്റ് ഇന്ത്യൻസിന്റെ കൂടെയും അതുപോലെ തന്നെ ചൈനീസിന്റെ കൂടെയും പങ്കെടുക്കാൻ പറ്റിയതിൽ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്കൊരു ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആയിട്ട് തോന്നി ഈ ചേട്ടൻ. നിങ്ങൾക്കറിയാവുന്നതുപോലെ ആദ്യമായി യോഗാ ദിനം ആഘോഷിച്ചത് 2015 ജൂൺ 21 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയിൽ 84 രാജ്യങ്ങളിൽ നിന്നായി 36,000-ഓളം ആൾക്കാർ പങ്കെടുത്തില്ലേ. അതുപോലെ ഒരുപാട് ആൾക്കാരെ പങ്കെടുപ്പിച്ചുകൊണ്ടൊരു യോഗാ ദിനം ആഘോഷിക്കാൻ വേണ്ടി മാക്സിമം എഫേർട്ട് ഇന്ത്യൻ അസോസിയേഷൻ ഇട്ടതിന്റെ ഭാഗമായിട്ടാണ് ഇത്രയും ആൾക്കാരെങ്കിലും അവർക്ക് പങ്കെടുപ്പിക്കാൻ വേണ്ടി പറ്റിയത് കേട്ടോ. ഈ പരിപാടിയിൽ നമ്മൾക്ക് യോഗകളെല്ലാം കാണിച്ചു തന്നതെല്ലാം ചൈനീസ് ടീച്ചേഴ്സ് തന്നെ ആയിരുന്നു. അപ്പം നിങ്ങൾ നോക്കിക്കേ, ഇവിടെ ചൈനീസ് എത്രമാത്രം പെൺകുട്ടികളെ യോഗ ചെയ്യുന്നുണ്ട്. ഇവരിൽ ആരെങ്കിലും തടിയുള്ള ആൾക്കാരായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. ചൈനീസ് ആൾക്കാരെല്ലാം അവരുടെ ആരോഗ്യത്തിന് അതിൻ്റേതായ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എക്സസൈസ് അവരുടെ ജീവിതത്തിലെ ഒരു അവിഭാജ്യ ഘടകമായിട്ട് അവരെപ്പോഴും കാണാറുണ്ട്. അതുപോലെ നമ്മളെല്ലാവരും നമ്മുടെ സമ്പത്ത് നമ്മുടെ ആരോഗ്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ എക്സസൈസിനും ആരോഗ്യത്തിനും അതിൻ്റേതായ പ്രാധാന്യങ്ങളൊക്കെ എല്ലാവരും കൊടുക്കണം. ഇതാണ് ഈ ഒരു യോഗാ ദിനത്തിൽ എല്ലാവരോടും ആയിട്ട് എന്നോട് തന്നെയുമായിട്ട് എനിക്ക് പറയാനുള്ള ഒരു റിക്വസ്റ്റ്. നമ്മളെല്ലാവരും നമ്മളെ പറ്റുന്ന എക്സസൈസുകൾ ജീവിതത്തിൽ ചെയ്യുക. അങ്ങനെ എല്ലാവരും ആരോഗ്യത്തോടു കൂടി ഇരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.